ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുള്ള മൂവി എന്ന് പറയുന്നത് ഒരു സൈഫൈ ത്രില്ലർ ജോണറിൽ വരുന്ന ഒരു കിഡിലെ മൂവിയാണ്. അതായത് ഇത് കോളനി എന്നാണ് ഈ മൂവിയുടെ പേര്. 2013 ഈ മൂവി ഇറങ്ങിയത്. എനിക്ക് ഒരു ഭാഗം പോലും ബോറടിക്കത്തില്ല, അതെനിക്ക് ഷുവറാണ്. അതുകൊണ്ട് ഇതിൻ്റെ വൺ ലൈനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പറയുന്നില്ല, നമ്മൾ നേരെ സ്റ്റോറിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ ബെല്ലൈക്കൺ ഓൾ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ മൂവിയിലോട്ട് പോകാം. അപ്പോൾ ഈ കഥ നടക്കുന്നത് 2045-ലാണ്. അതായത് ഭൂമി ഒന്നാകെ മഞ്ഞിൽ മുങ്ങിപ്പോയിരിക്കുകയാണ്. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ അവസ്ഥയിൽ മഞ്ഞായിരിക്കുകയാണ്. അതായത് ഒരു സമയത്ത് ഇവിടെ ചൂടായിരുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർ തന്നെ എന്താ പറയുക, കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം അവരുണ്ടാക്കി. അതിനെന്തൊക്കെ തകരാറുകൾ വന്ന മൂലം നമ്മുടെ ഭൂമി മൊത്തം തണുത്തുറച്ച് ഐസായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കിപ്പോൾ ഉപരിതലത്തിൽ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഓരോ ബങ്കറുകളിലാണ് അവരിപ്പോൾ താമസിക്കുന്നത്. അതായത് ഭൂമിക്ക് അടിയിൽ ബങ്കറുകളിലാണ് അവർ താമസിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ ബങ്കറുകളുടെ അടിഭാഗത്ത് കാണിക്കുമ്പോഴത്തേക്കും ഒരു രണ്ടാൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ട്. അവരെന്തോ കണ്ടിട്ട് പേടിച്ച് ഓടിയിട്ട് അതിൻ്റെ ആ ബങ്കറിൻ്റെ ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ ഡോർ തുറക്കുന്നില്ല. എന്നിട്ട് അവരവിടെ വെച്ചിട്ട് തന്നെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ അടുത്ത ഭാഗത്തിൽ വേറൊരു ബങ്കറാണ് കാണിക്കുന്നത്. ഇവർ ഈ ബങ്കറുകളെ ഒരു കോളനി എന്നാണ് പറയുന്നത്. കാരണം ഓരോ ബങ്കറിലും കുറച്ച് ആൾക്കാരാണ് താമസിക്കുന്നത്, അതുകൊണ്ട് ഇവർ കോളനി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബങ്കറിൻ്റെ പുറത്ത് ഒരാൾ എന്തോ ഒരു സാറ്റലൈറ്റ് എന്തോ എടുത്തിട്ട് ഇങ്ങനെ പണിയുന്നുണ്ട്, എന്തോ ഒരു സാധനം എടുത്തിട്ട് ഇങ്ങനെ പണിയുന്നുണ്ട്. ഇതാണ് നമ്മളത്തെ പറഞ്ഞാൽ ഈ കഥയിൽ നായകൻ എന്ന് പറയുന്നത്. ഇവൻ്റെ പേര് സാം എന്നാണ്. അപ്പോൾ അവനാണെങ്കിലും അതിങ്ങനെ എന്തോ ശരിയായിക്കൊണ്ട് വെക്കുമ്പോൾ തന്നെ മെയ്സൺ എന്ന് പറഞ്ഞിട്ട് ഒരാൾ പുറത്തോട്ട് വരുന്നുണ്ട്. അയാളൊരു വയസ്സായ ആളായിട്ടാണ് വരുന്നത്. ആ വയസ്സായ ആൾ പറയുന്നത്, എനിക്ക് ഒരു ചാൻസ് കൂടി തന്നൂടെ, എനിക്ക് ഇനി ഈ അസുഖം മാറാൻ ഒരു ചാൻസ് കൂടി തന്നൂടെ എന്ന് പറയുന്നുണ്ട്. എനിക്ക് അവകാശമുണ്ട് എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ഇവനാണെങ്കിലും അതൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും സാം വന്നിട്ട് പറയാണ് അവന് ചോയ്സ് ഉണ്ട് എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ അതൊന്നും കേൾക്കാതെ എന്താ പറയുക, നമ്മുടെ മെയ്സൺ ഉണ്ടല്ലോ, മെയ്സൺ അവൻ അവിടെ വെച്ചിട്ട് തന്നെ എന്താ പറയുക ഓടാൻ പറഞ്ഞിട്ട് അവനവിടെ വെച്ച് കൊല്ലുകയാണ്. അതായത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്കൊരു രോഗമുണ്ട്. ഈ രോഗം എന്താ എല്ലാവർക്കും പകരുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ ക്വാറൻറ്റൈനിലായിരുന്നു. അങ്ങനെ ക്വാറൻറ്റൈൻ കഴിഞ്ഞിട്ട് അയാൾക്ക് അസുഖം മാറാത്തതുകൊണ്ട് തന്നെ അയാളെ പുറത്ത് വെച്ചിട്ട് കൊല്ലുകയാണ്. അപ്പോൾ നേരത്തെ അവൻ ചോയ്സ് എന്ന് പറഞ്ഞില്ലേ, ചോയ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ അസുഖം വന്നിട്ട് ക്വാറൻറ്റൈനിൽ ഇരുന്നിട്ട് മാറാത്തവർക്കാണെങ്കിൽ ഒരു ചോയ്സ് ഉണ്ട്. അവർക്ക് ഒന്നില്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് സ്വയം ബുള്ളറ്റിൽ ചാവാം, അല്ലെങ്കിൽ ഇവിടെ വിട്ട് പോകാം എന്നുള്ള ചോയ്സാണ്. അതിനെ പറ്റിയിട്ടാണ് അവൻ നേരത്തെ പറഞ്ഞത്. പക്ഷേ ഈ ചോയ്സ് പോലും കൊടുക്കാതെയാണ് മെയ്സൺ അവനെ കൊന്നത്. അങ്ങനെ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് നേരത്തെ സാമും പറഞ്ഞത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ബങ്കറിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കാണിച്ചു തരികയാണ്. ഇതൊരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് ആയിട്ടാണ് നമുക്ക് കേൾപ്പിച്ച് തരുന്നത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബങ്കറിൻ്റെ എല്ലാം അകത്ത് കുറച്ച് പേരാണ് താമസിക്കുന്നത്. അവർ എല്ലാത്തിലും ഒരു ഹോപ്പ് ഉണ്ട് അവർക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഇതുപോലെ തണുപ്പെല്ലാം മാറിയിട്ട് നോർമൽ ലൈഫ് ആവുന്ന ഒരു ഹോപ്പ് ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ വിത്തുകൾ അതുപോലത്തെ ചെടികൾ ഇതെല്ലാം അവർ ശേഖരിച്ചിങ്ങനെ വെക്കുകയാണ് ഭാവിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ബങ്കറിൻ്റെ അകത്തും ഇവർ കൃഷി, തേനീച്ചകളെ വളർത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട്. ഫുഡ് കാര്യങ്ങളെല്ലാം അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നുണ്ട്. അവർ ഓരോ ബങ്കറുകളെയും കോളനികളെന്നാണ് അവർ വിളിക്കുന്നത്. ഓരോ കോളനിക്കും ഓരോ നിയമങ്ങളാണ്. അപ്പോൾ ഈ കോളനിയിലെ നിയമമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് അസുഖം ബാധിച്ച ഏതായാലും ആൾക്കാരുണ്ടെങ്കിൽ അവരെ സ്വയം ഇഷ്ടത്തിൽ പുറത്തു വിടുക എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസിൽ നമ്മളെ കേൾപ്പിച്ച് അത് കഴിഞ്ഞപ്പോൾ സാം നമ്മുടെ ബ്രിഗ് എന്ന് പറഞ്ഞിട്ടൊരു ആളോട് വന്നിട്ട് മെയ്സൺ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഈ ബ്രിഗാണ് ഇപ്പോൾ ഈ കോളനിയെ ലീഡ് ചെയ്യുന്ന ആൾ. അതായത് ഈ ബ്രിഗാണ് ഇപ്പോൾ ഈ കോളനിയെ നോക്കുന്ന ആൾ, ഒരു ലീഡർ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരാളിപ്പോൾ ബ്രിഗാണ്. അപ്പോൾ ബ്രിഗാണെന്ന് ഇവനോട് പറയും. അതൊക്കെ ഞാൻ അവനോട് ചോദിച്ചുകൊണ്ട് അതിന് മുമ്പ് നമുക്കൊരു കാര്യം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് കൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ്റെ അടുത്തേക്ക് വരികയാണ്. ഈ കൂപ്പറാണെങ്കിൽ എന്താ പറയുക, ഒരു സാറ്റലൈറ്റ് വെച്ചിട്ട് ഒരു കോളനി 5 ഒരു അടുത്തുള്ള ഒരു കോളനിയാണ്, അതിലോട്ട് കോൺടാക്ട് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ തിരിച്ചാരും റിപ്ലൈയും കാര്യങ്ങളൊന്നും വരുന്നില്ല, എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം ഇവൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ബ്രിഗാണെങ്കിലും പറയുന്നുണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് അടുത്ത 30 മിനിറ്റിനുള്ളിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം എന്നെല്ലാവരെയും വിളിച്ചിട്ട് വായോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവനാണെങ്കിലോ, സാം ആണെങ്കിലും വിക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ അടുത്തേക്ക് ചേരാണ്. അയാളാണ് ഇവിടുത്തെ മൃഗങ്ങളെല്ലാം ഇങ്ങനെ നോക്കുന്ന ആൾ. അപ്പോൾ വിക്ടർ ഇവനോടൊരു ബാഡ് ന്യൂസ് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളെല്ലാം ചത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആകെ ഈ മൊയിൽ മാത്രമേ ഉള്ളൂ. ഈ മൊയിലാണെങ്കിൽ ഫീമെയിലാണ്, അതുകൊണ്ട് നമുക്ക് അതിനെക്കൊണ്ട് പ്രസവിച്ചിട്ട് കുറേ കുട്ടികളെല്ലാം ഉണ്ടാക്കാമെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ബ്രിഗാണെങ്കിലും അതേസമയം നമ്മുടെ ബ്രിഗാണെങ്കിലും നമ്മുടെ മെയ്സൻ്റെ അടുത്ത് വന്നിട്ട് നടന്ന സംഭവമെല്ലാം പറയുകയാണ്. ഇവിടെ എല്ലാ കോളനിയിലും ഒരു റൂളുണ്ട്, അത് എന്തായാലും പാലിച്ചിരിക്കണം, അല്ലാതെ നിനക്ക് തോന്നിയ പോലൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ മെയ്സനാണെങ്കിലും നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ മെയ്സൺ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രിഗാണല്ലോ ഈ
കോളനി നിയന്ത്രിക്കുന്നത്. സത്യം പറഞ്ഞാൽ മെയ്സന് ഈ കോളനി നിയന്ത്രിക്കണം എന്നുള്ളൊരു ആഗ്രഹം അവൻ്റെ മനസ്സിലിങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ സാമിനെ കാണിക്കുമ്പോഴത്തേക്കും സാം ഇപ്പോൾ അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ കായിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്നിട്ട് കായാണെങ്കിൽ അവൻ കുറച്ച് പല്ലടിച്ച് കൊടുക്കുന്നുണ്ട് ആ മൊയലിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കായ് പറയുന്നുണ്ട്, എൻ്റെ ഹോപ്പ് ഞാൻ ഇപ്പോഴും വിട്ടിട്ടില്ല. ഈ മഞ്ഞുരുക്കിയിട്ട് സാധാ പോലെ ആക്കുന്ന ആ കാലാവസ്ഥ നിയന്ത്രിക്കുന്ന മെഷീൻസ് എവിടെയെങ്കിലും മനുഷ്യന്മാർ പ്രവർത്തിക്കുന്നതായിരിക്കും, അതെന്തായാലും ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിലും അതിനുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇപ്പോൾ മീറ്റിംഗ് കൂടുന്ന ഹാളിലോട്ട് വന്നിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഡെക്സ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങായി ഇങ്ങനെ അയാളുടെ ഭാര്യയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ ഭാര്യ എന്തോ ഇങ്ങനെ ചുമക്കുന്നുണ്ട്. അപ്പോൾ ചുമക്കുമ്പോൾ നമ്മുടെ ഡെക്സ്റ്റർ പറയുന്നുണ്ട്, ഒന്ന് പതിയെ ചുമക്കി, ആൾക്കാർ കേട്ടാൽ അത് ശരിയാവത്തില്ല എന്ന് പറയും. അപ്പോൾ ഇവൻ എന്തിനാ ഈ അസുഖമുള്ള പെണ്ണിട്ട് ഇവിടെ വന്നിരിക്കുകയെന്ന് നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ തന്നെ സാം ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ അവരായിട്ട് റൂമിലേക്ക് വന്നായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ ഡെക്സ്റ്ററാണെങ്കിലും പറയും, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിലും അതൊന്നും കാര്യമാക്കാണ്ട് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ബ്രിഗ് ഉണ്ടല്ലോ, ബ്രിഗ് അങ്ങോട്ട് വന്നിട്ട് കാര്യം പറയും. അതായത് നമ്മളിപ്പോൾ അവിടെ മീറ്റിംഗ് കൂടാൻ രൂപിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളനി 5 നിന്ന് പ്രത്യേകിച്ചൊരു ഇതൊന്നും കിട്ടുന്നില്ല, റിപ്ലൈയും കാരണം കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആരും അവിടെ പോയിട്ട് നോക്കേണ്ടി വരും. അങ്ങനെ എൻ്റെ ഒപ്പം 2 വോളണ്ടിയേഴ്സിനെയും ആവശ്യമുണ്ട് പോയി നോക്കാനായിട്ട്. അപ്പോൾ ആരെങ്കിലും പേരുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ മെയ്സൺ പറയും, അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ, നമ്മളെന്തിനാ അവിടെ പോയി നോക്കുന്നത്, ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രിഗും അതുപോലെ തന്നെ കൂപ്പറാണെങ്കിലും പറയും, അങ്ങനെയല്ല, നമ്മൾ ഈ കോളനി രൂപിപ്പിച്ചപ്പോൾ തന്നെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു അടുത്ത കോളനിയായിട്ട്, എന്തെങ്കിലും പ്രശ്നം വന്നാൽ പരസ്പരം സഹായിക്കണം എന്നുള്ളത്, അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും പോയേ പറ്റത്തുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മൾ ആര് വരുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇവനുണ്ടല്ലോ, നമ്മുടെ സാം പറയും, ഞാൻ വരാം എന്ന് പറയും. അങ്ങനെ സാമിൻ്റെ ഒപ്പം തന്നെ അപ്പുറത്തിരിക്കുന്ന ഒരു വേറൊരു ചെക്കനുണ്ട്, ഗ്രേഡ് എന്നാണ് അവൻ്റെ പേര്. അവനാണെങ്കിലും പറയും, ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു ഗണ്ണും അതുപോലെ തന്നെ മാപ്പും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ മെയ്സൺ എന്തായാലും ഇത് ഇതാക്കി കഴിഞ്ഞാൽ ഈ കോളനി അവന് ലീഡ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അവൻ എല്ലാവരും എടുത്ത് കൊല്ലും. അതുകൊണ്ട് തന്നെ കൂപ്പർ എന്ന് പറഞ്ഞിട്ടൊരു ആ ചങ്ങായിക്ക് ഇത് ലീഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കാണ് ആ പെണ്ണ് ചുമക്കുന്നത് ഇവരെല്ലാവരും കേൾക്കുന്നത്. അതായത് എസ്റ്ററിൻ്റെ ഭാര്യ ഉണ്ടല്ലോ ചുമക്കുന്നത് ഇവരെല്ലാം കേൾക്കും. അപ്പോൾ ബ്രിഗാണെങ്കിലും പറയും, ഇവരെന്തായാലും ക്വാറൻറ്റൈനിൽ അടക്കി എന്ന് പറയും. വല്ല ആവശ്യം ഉണ്ടാകുന്ന അവർക്ക് ആദ്യം തന്നെ ആ റൂമിൽ പോയിരിക്കാൻ പറഞ്ഞതല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു, അഥവാ ഇനി ഇത് മെയ്സൺ അറിയുകയാണെങ്കിൽ ഇവരെ കൊല്ലും ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ചെറിയ പയ്യൻ ഒരു മഞ്ഞിലൂടെ ഇങ്ങനെ നടക്കുന്ന സീനാണ് കാണിക്കുന്നത്. അവനിങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവൻ്റെ അമ്മ ഇങ്ങനെ നിലത്ത് വീണെടുക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അവനാണെങ്കിലും പെട്ടെന്ന് ഞെട്ടി എണീക്കും. നോക്കുമ്പോൾ അത് സാം കണ്ടൊരു സ്വപ്നമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അപ്പോഴത്തേക്കും കായ് അങ്ങോട്ട് വരും. അപ്പോൾ കായോട് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ കായ് പറയും, ഓക്കെ, നീ എന്തായാലും ഇതേപോലെ തന്നെ തിരിച്ചു വരണം, എനിക്ക് നിന്നെ ആവശ്യമുണ്ട് എന്നെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ പിറ്റേ ദിവസം നമ്മുടെ സാം അതുപോലെ തന്നെ ബ്രിഗ് അതുപോലെ തന്നെ ഗ്രേഡ് എന്ന് പറയുന്ന ആ ചെക്കനുണ്ടല്ലോ, അവരെല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ കോളനി 5 പോകാൻ വേണ്ടി പോകുന്നതാണ്. ഇതുവരെ ഗണ്ണ് അല്ല ബാഗ് എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്തിട്ട് അവരിപ്പോൾ നടക്കുകയാണ്. അവരിപ്പോൾ നടക്കുന്നത് തണുത്തുറച്ചൊരു സ്ഥലത്തൂടെയാണ്, ഒരു നശിച്ച ഒരു സിറ്റി ഉണ്ടല്ലോ അതിൽ കൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. നല്ല രീതിയിൽ മഞ്ഞുണ്ട്. അപ്പോൾ അതിനോടുള്ള ഡ്രസ്സും ഞാനെല്ലാം ഇട്ടിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ അതിലൊരു ടവർ കാണുന്നുണ്ട്, ഈ കാലാവസ്ഥ നിയന്ത്രിക്കുന്ന ടവർ. ഇത് കാരണമാണ് ഇവിടെ ഇങ്ങനെ എല്ലാം കാരണം ഈ ഒരു ടവറാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവർ മുന്നോട്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഈ കോളനി 5 എത്താനായിട്ട് അവരൊരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യണം. അപ്പോൾ ഈ പാലത്തിലൂടെ നടക്കുമ്പോഴത്തേക്കും ആ പാലത്തിൽ ആകെ വിള്ളലും പൊട്ടലാണ്. അപ്പോൾ വലിയ വലിയ കുഴികളുണ്ട്. അപ്പോൾ അതെല്ലാം കടന്നിട്ട് വേണം അവർ പോകാനായിട്ട്. അങ്ങനെ ഒരു കുറച്ച് നടക്കുമ്പോഴത്തേക്കും ഒരു വലിയ കുഴി കാണുന്നുണ്ട്. അപ്പോൾ ആ കുഴിയുടെ സൈഡിലൂടെ അവരിങ്ങനെ പിടിച്ച് പോകുമ്പോഴത്തേക്കും ഒരു കല്ലിങ്ങനെ താഴത്തോട്ട് വീഴാണ്. അതൊരു വലിയൊരു താഴ്ചയിലോട്ടാണ് വീഴുന്നത്. വീണ തകിട്ട് പൊടിയായി പോകും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ നടന്ന് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രേഡൻ ഉണ്ടല്ലോ, ഗ്രേഡൻ ദൂരത്ത് നിന്ന് ഒരു വാൻ ഇങ്ങനെ കാണാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരാളിങ്ങനെ ഇരിക്കുന്നതും ഒരു കാണാൻ. അപ്പോൾ അതിൻ്റെ അടുത്തോട്ട് പോയി നോക്കുമ്പോഴത്തേക്കും അയാൾ മരിച്ച് ഉറച്ച് കിടക്കുകയാണ്. അപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ഒരു ഗണ്ണും കിട്ടുന്നുണ്ട്. അങ്ങനെ ഈ വണ്ടിയുടെ ഉള്ളിലോട്ട് നോക്കുമ്പോഴത്തേക്കും അയാളുടെ ഭാര്യ അതുപോലെ തന്നെ അയാളുടെ മകനെയും കാണുന്നുണ്ട്. അപ്പോൾ ഇയാളെന്തായാലും അവരെ കൊന്നിട്ട് സ്വയം ഇയാൾ മരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് അയാളുടെ ഗണ്ണും എടുത്തിട്ട് ഇവർ പുറപ്പെട്ടാണ്. അങ്ങനെ പുറപ്പെട്ടിട്ട് ഇവരിപ്പോൾ എന്താ പറയുക, ഒരു ഇത് കാണുന്നുണ്ട്, ഒരു ഹെലികോപ്റ്റർ ദൂരെ നിന്ന് കാണുമ്പോൾ അതിനുള്ളിലോട്ട് കയറിയിരിക്കുകയാണ്. കാരണം അവർക്ക് ഇനി അടുത്ത ദിവസം വീണ്ടും ഒരു പകുതി ദിവസം കൂടി നടക്കാനുണ്ട്. അപ്പോൾ അതിനുള്ളിൽ സ്റ്റേ ചെയ്യാണ്. നമ്മുടെ ഗ്രേഡറാണെങ്കിലോ ഇതിന് മുന്നേ ഹെലികോപ്റ്ററൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പറന്നു പോകാനുള്ള ഒരു സംഭവമാണെന്നെല്ലാം നമ്മുടെ ഗ്രേഡറിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
അങ്ങനെ അന്ന് രാത്രി അവിടെ കളിയാണ്. അങ്ങനെ ഇപ്പോൾ ഒരു പിറ്റേ ദിവസം അവരിപ്പോൾ കോളനിലോട്ട് എത്തുകയാണ്. അവർക്ക് നീ ബങ്കറിൻ്റെ അടിയിലോട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അവിടെ അവർ ബങ്കറിലോട്ട് അടിയിലോട്ട് പോകുന്നതിൻ്റെ ആ വാതിക്കൽ തന്നെ കുറേ ബ്ലഡ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ അവർക്ക് എന്തോ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട്. അങ്ങനെ അവർ എന്തെന്നെ ആയാലും അടിയിലോട്ട് ഇറങ്ങാം എന്ന് വിചാരിച്ചിട്ട് അവരൊരു ഫ്ലയർ ഗൺ എടുത്തിട്ട് അത് കത്തിച്ചിട്ട് അടിയിലോട്ട് ഇട്ട് നോക്കുന്നുണ്ട്. ഇട്ടിട്ട് അവരിപ്പോൾ ആ കോണിപ്പടി വഴി അടിയിലോട്ട് ഇറങ്ങണം. അപ്പോൾ അത് വഴി ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ അതിൻ്റെ അടിയിലും ഒരുപാട് ബ്ലഡ് കിടക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലും ഒരുപാട് ബ്ലഡ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മൾ ഫസ്റ്റ് സീനിൽ കണ്ട സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 50ഓളം ആൾക്കാരുണ്ടായത്, അവരൊന്നും ഇപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ എന്തോ ഒരു സംഭവം സംഭവിച്ചിട്ടുള്ള കാര്യം ഇവർക്കെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും അവിടെ എല്ലാം ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ എങ്ങോട്ട് പോയി എന്നൊന്നും ഇവർക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ഇവിടെ എല്ലാവരും നടക്കുമ്പോഴത്തേക്കും അവർക്കൊരു റൂമുണ്ട്. ആ റൂമിൻ്റെ അവിടെ അവർക്കൊരു ഒച്ച കേൾക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിനുള്ള ആരാ നോക്കാൻ വേണ്ടിയിട്ട് അവർ ആ റൂമിൻ്റെ അടുത്തോട്ട് പോകണം. എടുത്തോട്ട് പോയിട്ട് അവർ ആ റൂം ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അതിനുള്ളിൽ നിന്ന് ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം എന്തൊക്കെ എടുത്തിട്ട് ആ റൂമിൻ്റെ ലോക്ക് തുറക്കുകയാണ്. തുറന്നിട്ട് അതിലോട്ട് കയറുമ്പോൾ അതിലുള്ളൊരു ലീ കൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അയാളാണ് ഇവരെ കണ്ടിട്ട് എന്നെ കൊല്ലല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇവരാണെങ്കിലും നിങ്ങളെ ഞാൻ കൊല്ലാനല്ല വന്നത്, ഞങ്ങൾ ഇതുപോലെ കോളനി നിന്നാണ് വരുന്നത്, അപ്പോൾ നിങ്ങളെ സഹായിക്കാനാണ് വന്നത്, നിങ്ങൾക്കൊരു റിപ്ലൈ ഒന്നും കിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നതെന്ന് പറയുമ്പോൾ ഇയാൾ പറയും ആ ഡോർ അടക്കി, അവരെന്തായാലും പുറത്ത് നിൽക്കുന്നുണ്ടായിരിക്കും, നമ്മളെല്ലാവരും കൊല്ലും എന്ന് പറയുമ്പോൾ ഇവർ പറയും ആരെ പറ്റിയാണ് നിങ്ങൾ പറയുന്നതെന്ന് പറയുമ്പോൾ അതല്ലേ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയുകയാണ്. ലീലാൻഡ് പറയും ഞങ്ങൾ ഇതുപോലെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇതുപോലെ ആൻറ്റീനെ റെഡിയാക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്കൊരു മെസ്സേജ് കിട്ടിയിരുന്നു. ആ മെസ്സേജ് ഇതാണെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഞാൻ കൊടുക്കുകയാണ്. ആ മെസ്സേജിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കോളനി എന്നുള്ളൊരു മെസ്സേജാണ്. അതായത് ഇതുപോലെ ഞങ്ങൾ ഈ കാലാവസ്ഥ നിയന്ത്രിക്കുന്ന മെഷീൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും ഓക്കെ ആയിട്ടുണ്ട്, ഇവിടുത്തെ വെതറെല്ലാം ഓക്കെ, ഇവിടെ ഞങ്ങൾ മണ്ണ് കണ്ടു, അപ്പോൾ ഈ മെസ്സേജ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പോൾ ലീലാൻഡാണെങ്കിലും പറയുന്നുണ്ട് ഇതാണ് സംഭവം, ഇതിൽ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും കുറച്ച് പേരുകൾ വന്നിട്ട് ഞങ്ങളെല്ലാവരെയും കൊല്ലാൻ നോക്കി, അതുകൊണ്ട് തന്നെ ഞാൻ പേടിച്ചിട്ട് ഈ വാലടച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എന്നെ കൊന്നില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവരാണെന്ന് ചോദിക്കുന്നുണ്ട് ശരി നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ഥലം എവിടെയെന്ന് അറിയാൻ ചോദിക്കുമ്പോൾ അയാളൊരു മാപ്പ് എടുത്തിട്ട് ആ സ്ഥലം എന്നെ കാണിച്ചു കൊടുക്കുകയാണ്. അത് ഈ മാപ്പിൽ നിന്നും പുറത്തോട്ട് പോയിട്ടൊരു സ്ഥലമാണ്. അപ്പോൾ അയാൾ അങ്ങനെ പുറത്തോട്ട് പോയിട്ട് ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം പറയാണ് ശരി നമുക്ക് എല്ലാവർക്കും ഇവിടേക്ക് പോവാം, അതിനു മുമ്പേ നിങ്ങൾ എന്തായാലും ഞങ്ങളൊപ്പം വരണം, ഞങ്ങളെ കോളനിയിൽ നിന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുമ്പോൾ ഇയാളത് സമ്മതിക്കില്ല. കാരണം ഇയാൾക്ക് നല്ല രീതിയിൽ ഇയാൾ പേടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സമ്മതിക്കില്ല. പക്ഷേ ഇവരെങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓക്കെ പോവാമെന്ന് പറഞ്ഞിട്ട് ഇവർ പോവുകയാണ്. അങ്ങനെ ഫസ്റ്റ് ഇവർ രണ്ടാളും ഇറങ്ങി, സാമും ബ്രിഗും ഇറങ്ങി, ബാക്കിൽ നമ്മുടെ ഗ്രേഡും അതുപോലെ തന്നെ ഇയാളാണ് വരുന്നത്. അങ്ങനെ ഇയാളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രേഡിനെ അങ്ങോട്ട് മുന്നിൽ കുന്തിരിട്ട് ഇയാൾ ഉള്ളിൽ നിന്ന് ഡോറ് ലോക്ക് ചെയ്യാണ്. ലോക്ക് ചെയ്യുമ്പോൾ ഈ ഗ്രേഡും പറയുന്നുണ്ട് അയാൾ പൂട്ടി പറയുമ്പോൾ അയാളുടെ വിട്ടേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ 3 പേരും ഇങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ഇവർ 3 പേരും കൂടിയിട്ട് ഇതിനുള്ളിലൂടെ അങ്ങനെ പോകുമ്പോഴത്തേക്കും എന്തോ ഇങ്ങോട്ട് തട്ടുന്ന ശബ്ദം അങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവരെന്താണെന്ന് നോക്കുമ്പോഴത്തേക്കും കാണുന്നില്ല. അപ്പോൾ ഇവർ കുറച്ചും കൂടി അടിയിലോട്ട് പോയിട്ട് അവരിങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോഴത്തേക്കും അത് മറ്റൊന്നുമല്ല, അത് ഇറച്ചിയോ അല്ലെങ്കിൽ വല്ല കോഴിയിറച്ചിയോ മറ്റോ ഒന്നുമല്ല, അത് മനുഷ്യന്മാരാണ് അവർ വെട്ടി കൂട്ടുന്നത്. എന്നിട്ട് അവിടെ വെട്ടി കൂട്ടിയിട്ട് ഓരോന്നും വെച്ചിട്ടുണ്ട്, കൂട്ടിയിട്ട് ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട് തന്നെ ഈ കുറേ മനുഷ്യന്മാർ ഈ നരമോജി മനുഷ്യന്മാരായിട്ട് മാറിയിരിക്കുന്നത്, അതായത് മനുഷ്യന്മാരെ തന്നെ കൊന്നു തിന്നുന്നൊരവസ്ഥയിലൊക്കെ ആയിരിക്കുകയാണ്. അവരാണിപ്പോൾ ഈ കോളനി മൊത്തം അറ്റാക്ക് ചെയ്തിട്ടുള്ളതും. അപ്പോൾ ഇവരിതെല്ലാം കണ്ട് പേടിച്ചിട്ട് തിരിഞ്ഞ് ഓടാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും ഇവരുടെ ശബ്ദം ഉണ്ടല്ലോ, ഇവർ തിരിഞ്ഞോടാൻ നിൽക്കുന്ന ശബ്ദം, ആ ശബ്ദം ഇതിലത്തെ ഈ വെട്ടുന്ന ആൾ കേൾക്കുകയാണ്. ഇയാൾ കേൾക്കുന്നതും അവിടെ ഇട്ട് ഓടിയെടുക്കുകയാണ്. അതായത് അവിടെ കിടന്നിട്ട് എല്ലാവരും വിളിച്ച് ഉണർത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് അതിൻ്റെ അടിയിൽ എല്ലായിടത്തും ഇതുപോലത്തെ നരമോജി മനുഷ്യന്മാർ കിടക്കുന്നുണ്ട്. അവരെല്ലാവരും ഇത് കേട്ടിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. അറ്റാക്ക് ചെയ്യാൻ വരുന്നതും ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കയ്യിലുള്ള ഗണ്ണെല്ലാം എടുത്ത് വെടി വെച്ചിട്ട് ഓടുകയാണ്. അതിൽ നമ്മുടെ ഗ്രേഡ് എന്ന് പറയുന്ന ആ ചെറിയ പയ്യനുണ്ടല്ലോ, അവൻ പേടിച്ചിട്ട് അവൻ വേറൊരു വഴിക്കാണ് ഓടിപ്പോകുന്നത്. ഇവരെ വേറെ വഴിക്ക് ഡൈവേർട്ട് ചെയ്തിട്ട് ഓടിപ്പോവാണ്. അങ്ങനെ മറ്റൊരു രണ്ടാണെങ്കിലും അവരുടെ ഗണ്ണ് വെച്ചിട്ട് മാക്സിമം ഓരോരുത്തരെ വെടി വെച്ചിടുന്നുണ്ട്, മാക്സിമം ഓരോരുത്തരെ കൊല്ലുന്നുണ്ട് ഇവർ ഈ നരമോജി മനുഷ്യന്മാരെ. അങ്ങനെ നമ്മുടെ ബ്രിക്കാണെല്ലാം ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ബോംബ് ഇട്ടിരുന്നു, അതവിടെ കത്തിച്ചിട്ട് കൊറോണത്തെ അവിടെ വെച്ചിട്ടും അങ്ങനെയും കൊല്ലുന്നുണ്ട്. അങ്ങനെ ഇവരാണെങ്കിലും ഓടി ഓടി വന്നിട്ട് എന്താ പറയുക, ഇതിൽ നമ്മളെ ഗ്രേഡനുണ്ടല്ലോ, ഗ്രേഡനെ ഈ നരമോജി മനുഷ്യന്മാർ പിടിച്ചിട്ട് അവനെ വെട്ടിയിട്ട് അവനെ അവിടെ വെച്ച് കൊല്ലുന്നുണ്ട് പാവം ചെക്കൻ. അങ്ങനെ നമ്മുടെ ബ്രിഗാണെങ്കിലും ബ്രിഗും സാമുമായിട്ട് ഇവിടെ എല്ലാവരും കൂടി ഫൈറ്റ് ചെയ്തിട്ട് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവൻ്റെ അവിടെ വിട്ടിട്ട് ഇവർ നേരെ ഓടിപ്പോവാണ്. അങ്ങനെ ഓടിപ്പോകുമ്പോൾ നമ്മുടെ സാമും ഈ കോണി കയറിപ്പോവാണ്. അങ്ങനെ നമ്മുടെ ബ്രിഗ് പറയുന്നുണ്ട് എന്തായാലും നമുക്കിവിടെ രക്ഷപ്പെടാം, നിങ്ങൾ എന്തായാലും കയറി, എനിക്കിവിടെ കുറച്ച് പണിയിട്ടെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിലും അവൻ്റെ കയ്യിലെ ഗണ്ണെല്ലാം വെച്ചിട്ട് അടിച്ച് ഇടുന്നുണ്ട്. അങ്ങനെ അവരെ കയറി വരുന്ന കോണി ഉണ്ടല്ലോ, ആ കോണി ചവിട്ടി
ചവിട്ടിയിട്ട് കണ്ട് മഴത്തിയിട്ടാണ്. അപ്പോൾ ഈ നരഭോജി മനുഷ്യന്മാർക്ക് എന്തായാലും പെട്ടെന്ന് അങ്ങോട്ട് കയറി വരാൻ പറ്റത്തില്ല. അങ്ങനെ ഇവനാണെങ്കിലും ഇത് ബ്രിഗാണെങ്കിലും ഇവിടെ തോക്ക് വെച്ചിട്ട് ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒരുത്തൻ കയറി വരുന്നുണ്ട്, അവനായിട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടിച്ചടിച്ചിട്ട് ഇവർ ഫൈറ്റ് ചെയ്യാണ്. അവനെ ഇതിലത്തെ തലവനുണ്ടല്ലോ, ഈ നരമോജി മനുഷ്യന്മാരിലെ തലവനുണ്ട്, അവനെ ഓളെടുത്ത് പറയുന്നുണ്ട് നിങ്ങളെ എന്നെ എന്തായാലും പിടിക്കുന്നില്ല മറ്റും ഓളെടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഇവരാണെങ്കിലും മേലോട്ട് കയറി വന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കയ്യിൽ ഈ ഒരു ബോംബുണ്ട്, ആ ബോംബ് എടുത്തിട്ട് താഴത്തോട്ടിട്ട് ഇത് മൊത്തം പൊട്ടിച്ചിട്ടാണ്. ഞാൻ നരമോജി മനുഷ്യന്മാരെങ്ങനെ കയറി വരും നമുക്കറിയത്തില്ല. എന്തായാലും ഇവരെങ്ങനെയല്ലേ ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് എങ്ങനെയൊക്കെ ഉള്ള ജീവനം വെച്ച് ഓടിപ്പോയിട്ട് അവർ നേരത്തെ സ്റ്റേ ചെയ്ത ആ ഹെലികോപ്റ്റർ ഉണ്ടല്ലോ അവിടെ പോയിട്ട് എന്തായാലും ഇന്ന് രാത്രി ഇവിടെ തങ്ങാനുള്ള രീതിയിൽ അവർ അവിടെ സ്റ്റേ ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെ എണീച്ച് പോകാനുള്ള രീതിയിൽ അവരാണെങ്കിൽ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ പിറ്റേ ദിവസം നമ്മുടെ സാം ബൈനോക്കിളും വെച്ച് ദൂരത്തേക്ക് നോക്കുമ്പോഴാണ് ഒരു കാര്യം കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നരഭോജി മനുഷ്യന്മാർ ഇവരെ ഫോളോ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവരെ ഫോളോ ചെയ്ത് വന്നതെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇവരിന്നലെ നടന്നു വന്ന ആ കാൽപ്പാടങ്ങളുണ്ടല്ലോ അത് ഇപ്പോഴും ആ മഞ്ഞിലുണ്ട്. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരവിടുന്ന് പെട്ടെന്ന് പോവുകയാണ്. അപ്പോൾ ബ്രിഗായാലും പറയുന്നുണ്ട് നമുക്ക് എങ്ങനെയും അവരെ തടഞ്ഞേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് തന്നെ ആ പാലത്ത് വെച്ചിട്ട് നമുക്ക് തടയാം എന്ന് വെച്ചിട്ട് ഇവർ രണ്ടാളും കൂടിയിട്ട് ആ പാലത്തമ്മയ്ക്ക് ഓടിപ്പോവാണ്. എന്നിട്ട് ആ ഇതുണ്ടല്ലോ എന്താ പറയുക, ആ പൊട്ടിയ ഭാഗം, വലിയ പൊട്ടിയ ഭാഗം, അവിടെ അവരൊരു ബോംബും കത്തിച്ച് വെച്ചിട്ട് അവരവിടെ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ്. ഓടിപ്പോയിട്ട് അവിടെ അപ്പുറത്ത് പോയിട്ട് അവരവിടെ ഒളിച്ചിരിക്കുകയാണ്. ഈ നരഭോജി മനുഷ്യന്മാരാണെങ്കിലും അവിടുന്ന് ഓടി വരുന്നുണ്ട് ഇവർ എടുത്തോട്ട് എത്താനായപ്പോഴും ഇവർ ആ ബോംബ് കത്തിച്ച് വെച്ചിട്ട് അവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ നരഭോജി മനുഷ്യന്മാർ ഏകദേശം ഈ ബോംബിൻ്റെ എടുത്തെത്താനായപ്പോഴത്തേക്കും ആണ് ഇവർക്ക് എന്താ അറിയത്തില്ല, ഇവർക്ക് തീരെ ഭാഗ്യമില്ല, കെട്ടുപോവാണ്. അതായത് ആ ബോംബ് കത്തിച്ചത് കെട്ടുപോവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ബ്രിഗായാലും പറയും എങ്ങനെയില്ല ആ ബോംബ് കത്തിച്ചേ പറ്റത്തുള്ളൂ, അപ്പോൾ നീ എന്തായാലും ഓടിപ്പോയിട്ട് കോളനിയോട് ഈ കാര്യങ്ങളെല്ലാം പറയും, ഞാൻ എന്തായാലും ആ ബോംബ് കത്തിച്ചിട്ട് വരാമെന്ന് പറയും. അപ്പോൾ സാമായാലും ഇവരെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും ഇവൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഓടിപ്പോയിട്ട് ആ ഇതെടുത്ത് ഇങ്ങനെ കത്തിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നരഭോജി മനുഷ്യന്മാർ ഇവൻ്റെ അടുത്തേക്ക് കുറണം ചാടുന്നുണ്ട്. കുറണം കാലെല്ലാം തട്ടിയിട്ട് അടിയിലോട്ട് വീഴും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവൻ്റെ അടുത്തോട്ട് വരുന്നവരെ 2-3 ഇവൻ അവിടെ വെച്ചിട്ട് കൊല്ലുന്നുണ്ട്. അങ്ങനെ ഇവൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ബോംബ് എടുത്തിട്ട് അവൻ കത്തിച്ച് ഇവൻ്റെ കയ്യിൽ വെച്ചിട്ട് തന്നെ വാട അതിൻ്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഇവന്മാരാണെങ്കിലും ഒക്കെ പോയിട്ട് കൂടത്തോടെ വരുമ്പോഴത്തേക്കും ആ ബോംബ് പൊട്ടി തെറിച്ചിട്ട് നമ്മുടെ ബ്രിഗ് ഉൾപ്പെടെ എല്ലാവരും താഴത്തോട്ട് വീഴാണ്. ആ പാലം എന്താ പറയുക നടുവിൽ പൊട്ടിയിട്ടുണ്ട്. ഇത് കാണുന്നത് നമ്മുടെ ഈ തലവനുണ്ടല്ലോ, ഈ നരഭോജി മനുഷ്യന്മാരിലുള്ള തലവൻ, ഇവനാകെ പ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്, എങ്ങനെ ഇവരെ കൊന്നേ പറ്റുന്ന ചീറിയിട്ട്. അങ്ങനെ നമ്മുടെ സാം ആണെങ്കിലും ഓടിപ്പോവാണ്, ഇത് എങ്ങനെയും കോളനിയിൽ എത്തിക്കണമല്ലോ. അങ്ങനെ കോളനിയിൽ എത്തിക്കാനായിട്ട് അവനാണെങ്കിലും ഓടിപ്പോയിട്ട് ഒരിടത്ത് വീഴും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കോളനി കാണിക്കുമ്പോഴത്തേക്കും മെയ്സൺ ഇപ്പോൾ ഇവിടുത്തെ അധികാരങ്ങളെല്ലാം കൈക്കലാക്കിയിട്ടുണ്ട്. അവനിപ്പോൾ ഡെക്സ്റ്ററിനെയും അസുഖം വന്ന ഭാര്യ ഉണ്ടല്ലോ, ഭാര്യ കൊണ്ട് കൊടുത്തിട്ട് കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നിട്ട് ഭാര്യനെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. എന്നിട്ട് ഡെക്സ്റ്ററിനെ കൊല്ലാൻ വേണ്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ഗണ്ണെല്ലായിട്ട് വന്നിട്ട് തടഞ്ഞിട്ട് ഇവനെ ഇട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് കാണുന്നത് നമ്മുടെ ഇവനുണ്ടല്ലോ സാം അവിടെ നടന്നു വരുന്നത് കാണുന്നത്. അപ്പോൾ അവളാണെങ്കിലും പിന്നെ അവൻ പെട്ടെന്ന് കണ്ണ് തുറന്നിട്ട് കാണിക്കുന്നത് അവനങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതാണ്. സംഭവം എന്ന് വെച്ചാൽ ഇവരുടെ വിചാരം ഇവന് പുറത്തു പോയി വന്നപ്പോൾ തന്നെ ഇവനെന്തോ അസുഖം ബാധിച്ചെന്നാണ്. അപ്പോൾ ഇവൻ പറയും അങ്ങനെയല്ല, നമ്മളെ കൊല്ലാനായിട്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ എന്നെല്ലാം പറയുമ്പം മറ്റുള്ളവരെ പറയുന്നത് ബ്രിഗ് എവിടെയെന്നാണ്. അപ്പോൾ ബ്രിഗിന് പറ്റിയ സംഭവം ആ പാലം പൊളിഞ്ഞ സംഭവം എല്ലാം പറയുമ്പോഴത്തേക്കും ഈ നമ്മുടെ മെയ്സൺ ആയാലും ഇതൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷേ മെയ്സൺ നല്ല സന്തോഷമുണ്ട് ബ്രിഗിൽ എന്തെങ്കിലും പറ്റിയതിൽ. ഇപ്പോൾ മെയ്സൺ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇതാക്കിയതുകൊണ്ട് തന്നെ അവൻ പറയാണ് ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി, എല്ലാവർക്കും ഇനി പകുതി പ്രശ്നമേ ഉള്ളൂ എന്നെല്ലാം പറയാണ്. അങ്ങനെ ഇവനാണെങ്കിലും പറയുന്നുണ്ട് ഞാൻ ഇതുപോലത്തെ സംഭവം കണ്ടുപിടിച്ചു, അതായത് ഇതുപോലെ ഇതെല്ലാം ഇല്ലാത്ത മഞ്ഞൊന്നും ഇല്ലാത്തൊരു സ്ഥലമുണ്ട്, അവിടെ ആ സ്ഥലത്തേക്ക് പോകാനുള്ള വഴി എനിക്കറിയാം, നമുക്കെല്ലാവർക്കും അങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ അതും ഈ മെയ്സൺ കേൾക്കുന്നില്ല, അതൊന്നും ഇല്ല എന്ന് പറയാണ്. സത്യം പറഞ്ഞാൽ ഈ മെയ്സൻ്റെ മോന്ത കാണുമ്പോൾ നമുക്ക് ഒന്നങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ജാതി ക്യാരക്ടറാണ്, ഒരു മുരടൻ ചങ്ങായി. എന്നിട്ട് സാം നമ്മുടെ എവിടെ ചോദിക്കുമ്പോൾ അത് ഇവൻ പറയുന്നില്ല എവിടെ എന്നുള്ള കാര്യം. അങ്ങനെ അത് കഴിഞ്ഞിപ്പോൾ പുറത്ത് നമ്മുടെ വിക്ടറും കൂപ്പറും കൂടിയിട്ട് എന്താ പറയുക ഇതിലൂടെ അങ്ങനെ ബൈനോക്കറോടെ നോക്കുകയാണ് ഇനി സാം പറഞ്ഞ പോലെ ആരും വരുന്നുണ്ടോയെന്ന്. പക്ഷേ ആരും വരുന്നത് കാണാനില്ല. അപ്പോൾ ഇവനാണെങ്കിലും പറയുന്നുണ്ട് അല്ല നീ സാം പറയുന്നത് കള്ളാണ് പറയുമ്പോൾ വിക്ടർ പറയും സാം അങ്ങനെ കള്ളം പറയുന്ന കൂട്ടത്തിലല്ല, എന്തെങ്കിലും സത്യമില്ലാണ്ട് അവൻ പറയത്തില്ല എന്ന് പറയാണ്. അപ്പോൾ ഇവർ പറയും നമുക്ക് എന്തായാലും ഡെയിലി മോണിറ്റർ ചെയ്ത് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ ഒരു ചെറിയ പയ്യൻ നമ്മുടെ സാമിൻ്റെ അടുത്തോട്ട് ഒരു ചാവിയായിട്ട് വരുന്നുണ്ട്. അവൻ കെട്ടിട്ടിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ അതിൻ്റെ ചാവിയായിട്ട് വരികയാണ്. അവനെ അത് മഴിച്ചിട്ട് നമ്മൾ കായിനും തേങ്ങിട്ട് അവൻ പോവുകയാണ്. അങ്ങനെ അവൻ കായിനെ കണ്ടുപിടിക്കുന്നുണ്ട്, കാരണം അവനെ തടഞ്ഞുകൊണ്ട് തന്നെ കായിനെ ഇപ്പോൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കായിനെയും അൺലോക്ക് ചെയ്തിട്ട് അവരിപ്പോൾ കായുടെ ഒരു
ഇതുണ്ടല്ലോ, ആ വെതർ മെഷീൻ കണ്ടുപിടിക്കുന്ന ആ സംഭവത്തിൽ അവൻ ഈ പറഞ്ഞ ആ ലൊക്കേഷൻ ഉണ്ടല്ലോ, നേരത്തെ ലീ കൂപ്പർ പറഞ്ഞ ആ ലൊക്കേഷൻ ഉണ്ടോ അവൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു ലൊക്കേഷൻ ഉണ്ട്. അങ്ങനെ ആ സംഭവം കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ഇത് ഉണ്ട് എന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ അവൻ മറ്റു സ്ഥലത്തോട്ട് പോകണം. അതായത് ഈ വിത്തുകളെല്ലാം ശേഖരിച്ച് വയ്ക്കുന്ന സംഭവം ഉണ്ടല്ലോ, അവിടത്തോട്ട് പോയിട്ട് ഉള്ള എല്ലാ വിത്തുകളും എല്ലാ സംഭവങ്ങളും അവൻ ശേഖരിക്കണം. അപ്പോൾ കായ് ചോദിക്കുന്നത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട്, നീ എൻ്റെ ഒപ്പം വന്നാൽ മതി, ബാക്കിയെല്ലാം എല്ലാവരും വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവൻ പോവുകയാണ്. ഇവൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കാണ് വിക്ടറും മെയ്സയും അങ്ങോട്ട് വരുന്നത് ഗണ്ണെല്ലാമായിട്ട്. നീ എങ്ങോട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവനാണെങ്കിലും പറയും തമാശയല്ല, ഇത് കാര്യമായിട്ടും പറയുന്നത് ഇവരെന്തായാലും വരുന്നുണ്ട് എന്നെല്ലാം സാം പറയുമ്പോൾ ഇവൻ പറയും അതൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നത്. സത്യം പറയല്ലോ, ഇവൻ്റെ മോന്തയ്ക്ക് നോക്കാൻ തോന്നി ഈ മെയ്സൻ്റെ കാട്ടിക്കൂട്ടിൽ കണ്ട. അപ്പോഴത്തേക്ക് ഇവർ എന്തോ ഒരു ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് ഇവർ ആ മോണിറ്ററിൽ പോയി നോക്കുമ്പോഴാണ് മറ്റൊരു എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്, മറ്റേ നരമോജി മനുഷ്യന്മാരിവിടെ എത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല അതിലെ തലവനുണ്ടല്ലോ, ഒരു അയത്തെ ഒരാളുടെ തല ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ മെയ്സന് മനസ്സിലായത് ഈ പൊട്ടൻ ഇപ്പോൾ മനസ്സിലായിട്ട് എന്താ കാര്യം. അങ്ങനെ ബാക്കി എല്ലാവരോടും എന്താ പറയുക ഗണ്ണെല്ലാം പാക്ക് ചെയ്തിട്ട് ഇവിടുന്ന് പോകാനുള്ള ഏർപ്പാട് തുടങ്ങാം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കുറച്ച് ആൾക്കാർ ഈ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ, കുറച്ച് ലേഡീസിനെല്ലാം വേറൊരു സേഫ് ആയിട്ടുള്ള റൂമിലോട്ട് മാറ്റം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരാണെങ്കിലും ഈ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും ആ ഡോർ തുറക്കുന്നുണ്ട്. പക്ഷേ അതിലൂടെ ആരും വരുന്നില്ല. നോക്കുമ്പോഴത്തേക്കാണ് ബാക്കിലൂടെ വേറൊരു ഡോർ വഴിയുണ്ട്. ഒരാൾ കയറി വന്നിട്ട്, ഒരു നരമോജി കയറി വന്നിട്ട് നമ്മുടെ കൂപ്പർ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ അയാളായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അയാളവിടെ വെച്ച് കൊല്ലുകയാണ്. നോക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള എല്ലാ നരമോജികളും വേറെ ഓരോരോ വഴികളിലൂടെ കയറി വന്നിട്ട് ഇവരായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് ഒരു ലേഡീനൊക്കെ ഒരു ചെങ്ങായി വന്നിട്ട് എന്തായാലും ഒരു ആക്സായിട്ട് വന്നിട്ട് അവിടെ വെച്ച് കൊല്ലുകയാണ്. അങ്ങനെ നമ്മുടെ ഈ തലവനുണ്ടല്ലോ, ഈ നരമോജികളത്തെ ലീഡർ, അയാൾ വന്നിട്ട് ഒരു മൂർച്ചയുള്ള കമ്പിക്കാഷ്ടായിട്ട് എറിഞ്ഞിട്ടൊക്കെ ഒരാളെ കൊല്ലുകയാണ്. അങ്ങനെ നമ്മുടെ വിക്ടർ ആണെങ്കിലും ഈ നരമോജീനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവൻ്റെ ഗണ്ണെല്ലാം വെച്ചിട്ട് അയാളായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അയാൾ അവിടെ വെച്ചിട്ട് നമ്മുടെ ഇവൻ കൊല്ലുകയാണ്. ഈ നരമോജിയത്തെ ലീഡർ ഉണ്ടല്ലോ അയാളവിടെ വെച്ച് കൊല്ലുകയാണ്. നമ്മുടെ മെയ്സനെ നോക്കുമ്പോഴത്തേക്കും ഇത്ര നേരം വലിയ ബോസായിട്ട് നിന്ന ആൾ പേടിച്ചിട്ട് ബാക്കിയുള്ള ആരെയും രക്ഷിക്കാതെ ആ സേഫായിട്ടുള്ള റൂമിലോട്ട് വന്നിട്ട് ഡോർ അടയ്ക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ലേഡി പറയുന്നുണ്ട് ഇനിയും ആൾക്കാർ കയറാനുണ്ടെന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഡോറ് നമ്മുടെ മെയ്സിനെ അടയ്ക്കുകയാണ്. അപ്പോൾ നമ്മളെ ഹീറോയിനും കൂടിയിട്ട് ആ ഡോർ തുറക്കാൻ നോക്കുമ്പോഴത്തേക്കും മെയ്സിനെ അത് ഓൾറെഡി അടച്ചിരിക്കുന്നു. തുറക്കാൻ വേണ്ടി പറയുമ്പോഴത്തേക്കും അവൻ തുറക്കുന്നില്ല. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരാൾ പുറത്ത് നമ്മളെ സാമും കായ് നിൽക്കുന്നത് കണ്ടിട്ട് ഇവനെ തട്ടി മാറ്റിയിട്ട് ആ ഡോർ തുറക്കുന്നതും ഇവരെല്ലാവരും ഇതിനുള്ളിലോട്ട് വിടുകയാണ്. നമ്മുടെ സാമും കായും ബാക്കിയുള്ള എല്ലാവരും അതിലൂടെ തന്നെ ഒരു നരമോജിയും ഇതിലൂടെ വീഴുന്നുണ്ട്. അങ്ങനെ ആ നരമോജിനായിട്ട് ഫൈറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ഈ നമ്മുടെ കായുടെ കയ്യിൽ ഒരു ഗണ്ണുണ്ട്, അത് വെച്ചിട്ട് അതിനെ കൊല്ലുകയാണ്. അങ്ങനെ നമ്മുടെ സാം മറ്റൊരു വഴി കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ആ വഴി കണ്ടുപിടിച്ചിട്ട് ബാക്കിയുള്ള എല്ലാവരോടും അതിലൂടെ പോകാൻ വേണ്ടി പറയുകയാണ്. പക്ഷേ നമ്മുടെ മെയ്സൻ മാത്രം സമ്മതിക്കുന്നില്ല. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും മഞ്ഞിൽ ഒരുക്കിയിട്ട് അവൻ മരിക്കും, അതുകൊണ്ട് പുറത്തോട്ട് വരുന്നില്ല, നമുക്ക് ഇവിടെ തന്നെ താമസിക്കാമെന്ന് പറയുകയാണ്. മെയ്സൻ എന്തൊക്കെ വേണ്ടും പുറത്തോട്ട് വരുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരോടും ആ വഴി പുറത്തേക്ക് പോകാൻ അവൻ സാം പറയുകയാണ്. അങ്ങനെ ബാക്കിയുള്ള എല്ലാവരും പുറത്തേക്ക് വിട്ടിട്ട് അവനാണെങ്കിലും അവൻ്റെ കയ്യിലുള്ള ഒരു ഗണ്ണ് എടുത്തിട്ട് നമ്മുടെ മെയ്സൻ്റെ അടുത്തോട്ട് എറിഞ്ഞു വിട്ടിട്ട് നീ എന്തായാലും ഇവിടെ നിൽക്ക്, ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞിട്ട് പോവാണ്. നമ്മുടെ മെയ്സൻ എന്താ ചെയ്യുക ആ ഗണ്ണെടുത്തിട്ട് അവൻ എന്നാ ചൂണ്ടാണ്. ഈ ചെങ്ങായിക്ക് ഇതുവരെയായിട്ട് മതിയായില്ലേ നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെ അവനാണെങ്കിലും എങ്ങനെയൊക്കെ ഇതായിട്ട് അവൻ ആ ഡോർ വഴി അതിലോട്ട് ഇഴഞ്ഞ് പോവുകയാണ്. അങ്ങനെ നമ്മുടെ മറ്റവനുണ്ടല്ലോ ഈ തലവൻ ഇതിലോട്ട് കയറി വന്നിട്ട് നമ്മുടെ മെയ്സനെ കൊല്ലാൻ നോക്കുമ്പോഴത്തേക്കും മെയ്സൻ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു ഗ്യാസ് സിലിണ്ടർ ഉണ്ട്, അതിലോട്ട് വെടിച്ചിട്ട് അവിടെ മൊത്തം പൊട്ടിത്തെറിപ്പിക്കുകയാണ്. പക്ഷേ ആ ഗ്യാപ്പിൽ നമ്മുടെ തലവൻ നമ്മുടെ സാമിൻ്റെ പിന്നാലെ വന്നിരുന്നു. നമ്മുടെ മെയ്സൻ അടക്കം ബാക്കിയുള്ള എല്ലാവരും മരിച്ചിരിക്കുന്നു. നമ്മുടെ എന്തായാലും ആ മെയ്സൻ മരിച്ചത് നന്നായി, ഇനി അവൻ്റെ ശല്യം ഉണ്ടായിരിക്കത്തില്ലല്ലോ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, മറ്റേ ചെങ്ങായി ഉണ്ടല്ലോ ആ നരമോജിയെടുത്ത ലീഡർ, അവൻ ഈ സാമിൻ്റെ പിന്നാലെ വന്നിട്ട് അവനായിട്ട് ഫൈറ്റ് ചെയ്യാൻ നോക്കുകയാണ്. നമ്മൾ സാം ഇവനെ മറ്റൊരു റൂമിലോട്ട് കൊണ്ടുപോവുകയാണ്. അതായത് ഈ മൃഗങ്ങളെല്ലാം വളർത്തുന്ന റൂമുണ്ടല്ലോ അവിടെ കൊണ്ടുപോവാണ്. നമ്മുടെ ഈ തലവനാണെങ്കിലോ ഈ മൃഗങ്ങളെ കണ്ടാൽ ആകെ അത്ഭുതമായിട്ടും അവൻ ആ സാമിനായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ സാമിനെ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല, ഇത്ര വലിയ മനുഷ്യനല്ല, അവനെ റബ്ബർ ബാൻഡ് കണ്ടിട്ടുള്ള പോലെയാണ് അവനായിട്ട് അടിക്കുന്നത്. പക്ഷേ ഒരു ടൈമിൽ സാമിൻ്റെ കയ്യിൽ ഒരു കത്തി കിട്ടും, ആ കത്തിയിട്ട് അവൻ്റെ കാലിനിട്ടൊരു വീശി കൊടുക്കും. അങ്ങനെ അവൻ താഴെ വീഴുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു കമ്പി കഷ്ണമായിട്ട് അവനെ അടിച്ച് കലി തീരുന്നില്ല.
എന്നിട്ടും അവനെ വീണ്ടും ഇട്ട് അടിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നല്ല രീതിയിട്ട് അടിക്കുന്നുണ്ട്. അടിച്ചടിച്ചാൽ അവൻ എനക്കില്ലാണ്ടാവുന്ന രീതിയിൽ അവൻ ആക്കും. അങ്ങനെ എനക്കില്ലാന്ന് കാണുമ്പോൾ അവൻ ആ കമ്പി എല്ലാം വേണ്ടിയിട്ട് അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ അവൻ്റെ കാലൊന്ന് പിടിക്കും. ഇവൻ ഈ മതിയായില്ലെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഇരിക്കുന്ന ഒരു വേറൊരു കത്തി പോലത്തൊരു സംഭവമുണ്ട്. അത് അവൻ്റെ തലയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അവൻ്റെ തല ഒന്നാകെ രണ്ടാക്കും. അങ്ങനെ അവിടെ വെച്ച് അവനെ കൊല്ലുകയാണ്. കൊന്നിട്ട് അവൻ അവിടെ നിന്ന് പോരാൻ നിൽക്കുകയാണ്. അങ്ങനെ അവിടെ മേലെ കാണിക്കുമ്പോഴത്തേക്കും എന്താ പറയുക, മറ്റവരൊക്കെ അവിടെ എത്തിയിട്ട് എന്നാലും സാം വരുന്നത് കാണുന്നില്ല. സാം മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവർ വിഷമത്തിൽ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കാണ് സാം അവിടെ കയറി വരുന്നത്. അതായത് എല്ലാവരും കൊന്നിട്ടുണ്ട്. ആ തലവനെ കൊന്നതോടെ തന്നെ എന്തായാലും ഇനി നരമ്പൂരി മനുഷ്യന്മാരൊന്നും വരാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാം കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ചോദിക്കും ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയുമ്പോൾ സാം പറയും ഇനി എങ്ങോട്ടാണ് പോകുന്നതിനുള്ള കാര്യം എനിക്കറിയാം, എന്തായാലും നിങ്ങൾ എൻ്റെ പിന്നാലെ വന്നാൽ മതി പറഞ്ഞിട്ട് അവരെല്ലാവരും ഇട്ട് നമ്മളെ മറ്റേ സേഫ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് കൊണ്ടുപോവാണ്. ഇവിടെ വെച്ച് തന്നെ ഈ മൂവി തീരാണ്. അപ്പോൾ അടുത്തൊരു ഇങ്ങോട്ട് കാണാം. അതിലേക്കും ബൈ ബൈ ഗൈസ്.